നമസ്കാരം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസുമായി ബന്ധപ്പെടുത്തിയ വീണ വിജയൻ്റെ വീട്ടിൽ പോയി ചോദ്യം ചെയ്തതിൻ്റെ തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയൻ്റെ വീട്ടിൽ കൂടെ താമസിക്കുന്ന മകളായിട്ടുള്ള വീണ വിജയൻ്റെ വീട്ടിൽ പോയി ഈയിടെ റെയ്ഡ് ചെയ്തതിൻ്റെ ഭാഗമായുണ്ടായ അക്രമത്തിൽ SIT രൂപീകരിച്ചിരിക്കുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഇപ്പോൾ കേരളത്തിലൊരു ഫാഷനായി വന്നിരിക്കുകയാണ് SIT. ഏത് വിഷയത്തിലും SIT ആണ്. അതായത് ശബരിമല വിഷയത്തോടുകൂടിയാണ് ഇങ്ങനെ ഒരു ഫാഷൻ വന്നത്. ശബരിമല വിഷയം വന്നപ്പോൾ SIT, വെങ്കടേഷ് IPS നേതൃത്വത്തിൽ SIT. പിന്നെ അത് കഴിഞ്ഞിട്ട് ആലപ്പുഴയിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ കേസ് അന്വേഷിക്കാൻ ഷൗക്കത്തിൻ്റെ നേതൃത്വത്തിൽ SP ഷൗക്കത്തിൻ്റെ നേതൃത്വത്തിൽ SIT. ഇപ്പോഴിതാ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് അന്വേഷിക്കാൻ SIT. അങ്ങനെ SITയുടെ ഒരു പ്രളയമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും പുതിയ SITകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വളരെ രസകരമാണ് ഈ കാര്യങ്ങൾ. ഇതുവരെ 10-30ഓളം പേരെ പിടിച്ചിട്ടുണ്ട്. അവർക്ക് ജാമ്യം ഒരു കോടതിയും അനുവദിച്ചിട്ടില്ല. അനുവദിക്കാത്ത കാര്യം കൊലപാതക ശ്രമം കൂടി അതിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഒരു വകുപ്പ് കൂടി അതിനകത്ത് കിടപ്പുണ്ട്. അക്രമവും അടിയും തല്ലുമൊക്കെ എതിരെ പോലെ പിന്നെ ആസൂത്രിതമായ കൊലപാതക ശ്രമമാണ് അതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി കാരണം ചീമുട്ടയൊക്കെ കൊണ്ടുവരണമെങ്കിൽ മുൻകൂട്ടി തയ്യാറെടുത്ത് ഒരാക്രമണം നടത്തണം എന്നുള്ള രീതിയിലാണ് വന്നത്. അതുകൊണ്ടാണ് ചീമുട്ടയെല്ലാം നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്നത് എന്നുള്ള ഒരു വാദമാണ് നടക്കുന്നത്. അപ്പോൾ ആ വാദം കൃത്യമായി വളരെ രസകരമായ ഒരു കേസാണത്. അതുകൊണ്ട് തന്നെ ആസൂത്രിതമായ കൊലപാതക ശ്രമം എന്നൊരു വകുപ്പ് കൂടി ഭാരതീയ ന്യായ സംഹിതയിലെ അല്ലെങ്കിൽ CRPCയിലെ ഇന്ത്യൻ പീനൽ കോഡിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ പഴയ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ ഭാരതീയ ന്യായ സംഹിതയിലെ ഒരു വകുപ്പ് കൂടി അതിനകത്ത് പിടിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇവർക്ക് ജാമ്യം കിട്ടാതെ നിൽക്കുന്നത്. കേസ് കടുക്കാനാണ് സാധ്യത. പശ്ചിമ ബംഗാളിൽ ഇതുപോലെ ED ആക്രമിച്ച ടീം തീഹാർ ജയിലിൽ കിടക്കുകയാണ്. ചിലപ്പോൾ 7-8 വർഷം അകത്ത് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് സുപ്രീം കോടതി വരെ പോയാലും ജാമ്യം ലഭിക്കുന്ന കാര്യം അല്ലെങ്കിൽ കേസിൽ ഇളവ് ലഭിക്കുന്ന കാര്യം പ്രയാസമാണ്. കാരണം ED ഒരു സ്വതന്ത്ര ഏജൻസിയാണ്. അത് രാജ്യത്ത് ആവശ്യമാണെന്നും അവർ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് ജനാധിപത്യത്തിന് ശക്തിക്ക് ആവശ്യമാണെന്നുള്ള ചിന്തയാണ് കോടതിയെ നയിക്കുന്നത്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്വതന്ത്ര ബോഡിയാണ്. ഇലക്ഷൻ കമ്മീഷനെ ആക്രമിച്ചാലും ഇതേ പ്രശ്നം വരും. അതുപോലെ തന്നെ ED ആക്രമിക്കുമ്പോഴും ഇതേ വിഷയം വരും. എന്തായാലും വളരെ ഗൗരവതരമായ ഒരു വിഷയമാണിത്. തീർച്ചയായിട്ടും ED ആക്രമിച്ചതിൻ്റെ പേരിലുള്ള കേസുകൾ കടുക്കുകയാണ്. കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എങ്ങനെ പോയാലും ഒരു 10-100 പേരെങ്കിലും അകത്താകാനുള്ള സാധ്യതയുണ്ട്. അതിലൊരു 10-50 പേർക്കെങ്കിലും കടുത്ത ശിക്ഷ കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഡയറക്റ്റ് അതിൽ പങ്കെടുത്തവരും കണ്ടുകൊണ്ട് നിന്നവരും, പ്രകടനം നടത്തി കണ്ടുകൊണ്ട് നിന്നവരെ അവർ ചെറിയ കേസെടുത്ത് അവരെ ആൾക്കൂട്ടവും തിരക്കുമൊക്കെ കൂട്ടിയെന്നൊക്കെ ഉള്ള കേസെടുത്ത് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ 10-25, ഇപ്പോൾ 25ആണ്, അതൊരു ചിലപ്പോൾ 50 വരെ പോകാൻ സാധ്യതയുണ്ട്. ഒരു 10-50 പേരുടെ കാര്യത്തിൽ വലിയ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും പിടിക്കപ്പെട്ടവർ അത് SFIയുടെ ജില്ലാ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ജില്ലാ പ്രസിഡന്റിനെ അവർ ഒഴിവാക്കി. ആ കേസിൽ നിന്ന്, ആക്രമണ കേസിൽ നിന്ന് ഒഴിവാക്കി. പിന്നെ കൊലപാതക ശ്രമ കേസിൽ നിന്ന് ഒഴിവാക്കി. അതുകൊണ്ട് SFIയുടെ നേതാവ് ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. എന്നാൽ ബാക്കി ഉള്ള നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. ഗൗരവതരമായ ഒരു പ്രശ്നമാണ് EDയുടെ പ്രശ്നം. അത് എങ്ങനെയാണ് കൈകാര്യം, എന്തായാലും ആ കാര്യത്തിൽ EDയുടെ കാർ ആക്രമിച്ച കാര്യത്തിൽ CPMന് വലിയൊരു അപകടം പറ്റി. അവർ ഒരിക്കലും കാർ ആക്രമിക്കുകയും കാറുകൾ തല്ലിപ്പൊളിക്കുകയും ചെയ്യാൻ പാടില്ലായിരുന്നു. ബാക്കിയൊക്കെ ഓക്കെ, പ്രതിഷേധമൊക്കെ പറയുന്നു, സമരം നടത്തി. ഇപ്പോൾ കണ്ണൂരിൽ പിണറായിയുടെ വീട്ടിൻ്റെ അടുത്ത് പ്രതിഷേധം നടന്നില്ല, അവർ പ്രതിഷേധിച്ച് മാറിപ്പോയി. പിന്നെ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൻ്റെ അടുത്ത്, പിന്നെ ഗ്രേസിൻ്റെ അടുത്ത് പ്രകടനം നടന്നില്ലേ, അവർ പ്രകടനം നടത്തി കുറച്ച് കൂക്കി വിളിച്ചങ്ങ് പോയി. അത് മനസ്സിലാവും. പക്ഷേ അതിന് ചെറിയ കേസേ വരത്തുള്ളൂ. ഇത് കാർ അടിച്ച് പൊളിക്കുകയും അതിനകത്ത് വനിതാ ജീവനക്കാരടക്കം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മളായാലും പേടിച്ചു പോകും. അതിലൊരു കല്ലെങ്കിലും അല്ലെങ്കിൽ ഈ എടുത്തെറിഞ്ഞതിൽ ഒരു കമ്പിയും കല്ലും കൊണ്ടൊക്കെ അടിക്കുമ്പോൾ അതിലൊരെണ്ണമെങ്കിലും കണ്ണിലെങ്കിലോ അല്ലെങ്കിൽ ശരീരത്തെ ഭാഗത്തൊക്കെ വന്ന് വീണിരുന്നെങ്കിൽ പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടില്ല. അവരെന്ത് തെറ്റാണ് ചെയ്തത്? അവർ ഉദ്യോഗസ്ഥരാണ്. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് കൊണ്ട് അവരുടെ പറയുന്ന ഡ്യൂട്ടി അവർക്ക് ചെയ്തേ പറ്റുള്ളൂ. ആ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഡ്യൂട്ടി സമയമല്ല എന്നൊക്കെ ഒരുപാട് ന്യായം പറഞ്ഞു. സ്വകാര്യ വണ്ടിയാണ്, സ്വകാര്യ വണ്ടി പറയാൻ പറ്റുമോ? വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ, ഗവൺമെൻറ് പർപ്പസിന് വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിയും ഔദ്യോഗിക വണ്ടിയാണ്. ബോർഡ് വെച്ചാണല്ലോ പോകുന്നത്. അല്ലെങ്കിൽ ബോർഡ് വെച്ചില്ലെങ്കിൽ അത് ഔദ്യോഗിക വണ്ടിയാണ്. ഇനി രണ്ടാമത്തെ കാര്യം,
അത് ഡ്യൂട്ടി എപ്പോഴാണ് തീരുന്നത്? ഒരു ആൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഒരു ഡ്യൂട്ടി പോയി ചെയ്തിട്ട് തിരിച്ച് ഓഫീസിൽ വരുമ്പോഴേ ഡ്യൂട്ടി കഴിയുകയുള്ളൂ. അല്ലാതെ ഓഫീസിൽ നിന്ന് ഇറങ്ങി അവിടെ പോയൊരു ഇൻസ്പെക്ഷൻ കഴിഞ്ഞാലും ഡ്യൂട്ടി കഴിയില്ല. ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് തിരിച്ച് ഓഫീസിലെത്തിയാലേ ഡ്യൂട്ടി കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ ന്യായങ്ങളൊന്നും കോടതിയിൽ നിന്നില്ല. കോടതി ശക്തമായ എതിർപ്പാണ് ഇതിനകത്ത് പ്രകടിപ്പിച്ചത്. എന്തായാലും ഇ ഡിയുടെ കേസ് കടക്കുകയാണ്. മറ്റൊരു രൂപത്തിൽ ഇ ഡി കടുപ്പിക്കുന്നുണ്ട്, അതുമുണ്ട്. അതിൻ്റെ കടുപ്പിക്കൽ എന്താണെന്ന് വെച്ചാൽ വീണ വിജയനെതിരെയുള്ള കേസും കടുപ്പിക്കുകയാണ്. ലോക്കർ തുറക്കാനും അതുപോലുള്ള എല്ലാ കാര്യങ്ങളിലേക്കും ഇ ഡി കടക്കുകയാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു കേസായിട്ട് ഇ ഡിക്ക് അത് മാറിയിട്ടുണ്ട്. സി പി എമ്മിന് തലവേദനയായിട്ടുണ്ട്. അപ്പോൾ സി പി എം ഇപ്പോൾ അതിൽ നിന്നൊക്കെ തലയൂരാൻ വേണ്ടി, ആ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി, ഇപ്പോൾ ഉണ്ടായിപ്പോയൊരു ഡാമേജൊക്കെ തീർക്കുന്നതിനും പിണറായി വിജയനെതിരെയുള്ള ആക്ഷേപമൊക്കെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രപരമായ സമരങ്ങളുമായി, വിലക്കയറ്റത്തിനെതിരെയുള്ള സമരം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ കൃത്യമായി വഴിതിരിച്ചു വിടാനുള്ള പണി ആരംഭിച്ചിട്ടുണ്ട്. നാളെ കേരളത്തിലെ നിരവധി കേന്ദ്രങ്ങളിൽ സമരം നടക്കുകയാണ്. സ്വാഭാവികമായും ഈ സമരം കൂടെ വരുമ്പോൾ ജനത്തിൻ്റെ ശ്രദ്ധ ഗവൺമെൻറ്റിനെതിരെ തിരിച്ചുകൊണ്ട് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇ ഡിയെ ആക്രമിച്ച കേസ് അങ്ങനെ പെട്ടെന്ന് തീരാൻ സാധ്യതയില്ല. വളരെ വലിയ വർഷങ്ങൾ ചിലപ്പോൾ അകത്ത് കിടക്കേണ്ടി വരും. 7, 8, 10 വർഷമൊക്കെ ചിലപ്പോൾ അകത്ത് കിടക്കേണ്ടി വന്നാലും അത്ഭുതമില്ല. ചെറുപ്പക്കാരാണ് കൂടുതലും, 40 വയസ്സ് 45 വയസ്സുകാരാണ്. പക്ഷേ സി പി എമ്മിന് വേണ്ടി അവരിത് ചെയ്തത് കൊണ്ട് അവർ കേസ് പാർട്ടി പറയും. പക്ഷേ അവർ പുറത്തിറങ്ങിയാൽ പിന്നെ രക്തസാക്ഷികളാണ്. അവർ ഇതിനേക്കാൾ വലിയ നേതാക്കളാകും. അതാണ് വീരോചിതമായ നേതാക്കളാകും. അല്ലാതെ അവർ തെറ്റ് ചെയ്തവരാണ്, കോടതി ശിക്ഷിച്ചവരാണ്, അതുകൊണ്ട് അവരെ രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്തണമെന്നൊന്നും ആരും പറയുകയുമില്ല, ചെയ്യുകയുമില്ല. അങ്ങനൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിങ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാട്രണേജ്, ഒരു രാഷ്ട്രീയ പിതൃത്വവും സി പി ഐ ഒക്കെ ആയതുകൊണ്ട് അവർ കൊടുക്കും. സി പി എം തീർച്ചയായിട്ടും ഈ കേസിൻ്റെ പിറകിൽ കൃത്യമായി സി പി എം ഉണ്ടായിരിക്കും. പാർട്ടിയായിരിക്കും കേസ് പറയുന്നത്. പാർട്ടി അതിനുള്ള പണം പിരിക്കും, പണം അല്ലെങ്കിൽ കൊടുക്കും, അവരെ കുടുംബത്തെ സംരക്ഷിക്കും. ഇവർ ജയിലിൽ നിന്നിറങ്ങിയാൽ അതിനാവശ്യമായ സംരക്ഷണം എല്ലാം കൊടുക്കും, അവരെ വീണ്ടും നേതാക്കളാക്കും. ഇതെല്ലാം സംഭവിക്കും. പക്ഷേ ഒരു 6-7 വർഷം, ചിലപ്പോൾ മിനിമം 7 വർഷം എന്നുള്ള കൺസെപ്റ്റിൽ ചെറുപ്പക്കാർ അകത്ത് കിടക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഇനി കോടതിയാണ് ഇത് കേസ് തീരുമാനിക്കുന്നത്. പൊളിറ്റിക്കൽ കേസായി മാറിയാൽ ഈ ശിക്ഷ കുറച്ച് ഇളവ് വരാൻ സാധ്യതയുണ്ട്. അതിനപ്പുറമുള്ള ഒരു ബ്യൂറോക്രാറ്റിക് അഡ്മിനിസ്ട്രേറ്റീവ് ആക്രമണമായി ഇത് മാറിയാൽ കൃത്യമായി കേസ് കടുക്കാനും സാധ്യതയുണ്ട്.